എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത് എൻ്റെ ലൈഫ് ഞാൻ എഴുതി വെച്ച ആളാണ്. കേൾക്കുന്നവർക്ക് അതിനെ എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാൻ ഈ ലോകത്തുനിന്ന് പോകുന്നതിന് മുമ്പ് ഒരു സന്ദേശം ഇവിടെ ഇട്ടിട്ടേ പോകുള്ളൂ. അതുപോലെ സാർ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് IBA എന്ന് പറഞ്ഞൊരു സംഘടനയിലെ കൂടെ പ്രസിഡന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ? IBA എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ, വെൽഫെയർ അസോസിയേഷനാണ്. അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം കേരളത്തിൽ, ഇന്ത്യയിൽ ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് ബ്രോക്കർ പണിയെടുക്കുന്ന ആളുകൾക്ക് അവരുടെ കൂലി ചോദിച്ച് വാങ്ങാനുള്ളൊരു അധികാരമില്ല. മറ്റെല്ലാ മേഖലയിലെ കൂലിപ്പണിയെടുക്കുന്ന ആൾക്കാർക്കും വൈകുന്നേരം കൂലി കിട്ടും, സർക്കാർ ജോലിക്കാർക്കും കിട്ടും, ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും കിട്ടും, എല്ലാ ആളുകൾക്കും കിട്ടും. പക്ഷെ ഈ പണിയെടുക്കുന്ന ആൾക്ക് അയാളുടെ കൂലി ചോദിച്ച് വാങ്ങാനുള്ള ഒരു അധികാരമില്ല. ഇനി കിട്ടാതായാലും ഇതിന്റെ പരാതി കൊണ്ട് കൊടുക്കാനോ പരാതിയിൽ സ്വീകരിക്കാനോ നടപടി എടുക്കാനോ അതിന്റെ വ്യവസ്ഥയില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ അവര് എല്ലാവരുടെ ധാരണ ഈ ബ്രോക്കർമാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കന്നുകാലിനെ വിൽക്കുന്ന ആളും ഒരു വണ്ടി വിറ്റ് കൊടുക്കുന്ന ആളും ഒരു 3 സെന്റ് സ്ഥലം വാങ്ങി കൊടുക്കുന്ന ആളൊക്കെ ബ്രോക്കർ തന്നെയാണ്. പക്ഷെ അവർക്കൊക്കെ തുച്ഛമായ ചില ഭയങ്കരമായിട്ട് പണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ഒരു 90% ആളുകളും എന്ന് പറയുന്നത് സാധാരണക്കാരായ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ തുടങ്ങിയൊരു സംഘടനയാണ് IBA എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ഈ 3 പേരും കൂടി ഒരുമിക്കണം. ബിൽഡറും ഇൻവെസ്റ്ററും പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറും ഒരുമിക്കണം. അവരൊരുമിച്ചാൽ മാത്രമേ ബിസിനസ് നടക്കുകയുള്ളൂ. പിന്നെ ഇതിലൂടെ നടക്കുന്ന വിഷയങ്ങളിലൂടെ നടക്കുന്ന എന്തെങ്കിലും കമ്മീഷൻ കിട്ടാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ഇടപെടാനുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് IBA എന്ന സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 2 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ 10,000-ത്തിലധികം മെമ്പർമാരുള്ള ഒരു സംഘടനയായിട്ട് വളർന്നു. 2024 ഫെബ്രുവരിയിലാണ് നമ്മൾ 24-ാം തീയതി ആയിരുന്നു ഇവിടെ വെച്ചിട്ട് ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടന്നത്. നമ്മുടെ വ്യവസായ മന്ത്രിയൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട്. രണ്ടാമത് ഇപ്പം അടുത്ത ഏപ്രിൽ 26-ാം തീയതി നമ്മൾ മലപ്പുറത്ത് കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് OPS മാളിൽ വെച്ചിട്ട് നമ്മുടെ 2ാം സംസ്ഥാന സമ്മേളനം മഹാസമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ എനിക്ക് ഇതൊരു നിയമത്തിൽ കൊണ്ടുവരണം. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ജോലി ചെയ്യുന്ന ആളുകൾക്കും കൂലി വേണം. അത് 1% കമ്മീഷൻ, അങ്ങനെ 2% കമ്മീഷൻ, അതൊരു ഏകീകൃത കമ്മീഷനിലേക്ക് കൊണ്ടുവന്നാൽ ഇത് നിരന്തരം വഴക്കാണ്. ഇവർ കച്ചവടം നടത്തും, കമ്മീഷൻ കിട്ടില്ല. കമ്മീഷൻ കിട്ടാതാകുമ്പം എന്ത് ചെയ്യും? നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയും. പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ പറയും സാമ്പത്തിക ഇടപാടുകൾ ഞങ്ങളുടെ ഇടപെടാൻ പറ്റില്ല എന്ന് പറയും. അവർ പുറത്ത് റോട്ടിൽ വെച്ചിട്ട് അടിയാവും, ബഹളാവും, അന്നേരം ക്രിമിനൽ കേസാവും, അന്നേരം പോലീസ് ഇടപെടും. അപ്പൊ അവിടെ അവർ എത്തിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ. ഒരാൾക്ക് വിളിച്ചിട്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ കംപ്ലൈന്റ് വന്നാൽ വിളിച്ച് ചോദിക്കുകയെങ്കിലും ചെയ്യാം. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്ഥലം വിറ്റ് കൊടുത്ത അയാളല്ലേ, വിറ്റ് തന്നതല്ലേ, നിങ്ങൾക്ക് സ്ഥലം വാങ്ങി തന്നത് അയാളല്ലേ, അയാളുടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ, അയാളുടെ വീട് വാടക അടയ്ക്കണ്ടേ, അയാൾക്കും ജീവിക്കണ്ടേ, ഇതല്ലേ അയാളുടെ തൊഴിലേ എന്ന് ചോദിക്കാൻ എന്താ തെറ്റ്? അതാ ഞാൻ പറഞ്ഞു, രണ്ടുപേരെ കേൾക്കാൻ ഒരാളില്ല, പറയാൻ ഒരാളില്ല എന്ന് പറയുന്നത്. അപ്പം ഈ നിയമത്തിലൊരു സംവിധാനം ഈ ബ്രോക്കേഴ്സിനുണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ വേറൊരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന